എന്നിട്ടും ഇപ്പോൾ ശ്രീ റോണി കെ ബേബി കോൺഗ്രസ് ഇപ്പോഴും സംശയം പറയുന്നത് ഈ പറയുന്ന ട്രംപിന്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ടാണല്ലോ. ട്രംപ് പറയുന്നതാണോ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത്, അതോ നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നതാണോ? തീർച്ചയായിട്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നത് തന്നെയാണ് ഞങ്ങൾ അംഗീകരിക്കുന്നതും ഞങ്ങൾ ഉൾക്കൊള്ളുന്നതും. പക്ഷേ ഇവിടെ ട്രംപ് ഏകദേശം 3 തവണ നടത്തിയ പരാമർശങ്ങൾ, ആ 3 പരാമർശങ്ങളോട് ഉചിതമായി പ്രതിരോധിക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ഉയർത്തുന്ന വിമർശനങ്ങൾ, ഞങ്ങൾ ഉയർത്തുന്ന സംശയങ്ങൾ, അത് ഇപ്പോഴും പ്രസക്തമായി തന്നെ നിലനിൽക്കുക. ആ സംശയങ്ങൾക്ക് ആധികാരികമായ മറുപടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നൽകിയാൽ, വിശ്വസനീയമായ മറുപടി ഞങ്ങൾക്ക് നൽകിയാൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നത് തന്നെ ഞങ്ങൾ അംഗീകരിക്കുകയുള്ളൂ. പക്ഷേ അങ്ങനെ ഒരു മറുപടി ഉണ്ടാകുന്നില്ല. ഇവിടെ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചത് 10-ാം തീയതി അന്നാണല്ലോ വെടിനിർത്തൽ വന്നത്. ആ 10-ാം തീയതി 12:30 12:30 ശേഷം വന്ന ഡെവലപ്മെന്റ്സ് ആണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. പക്ഷേ 8-ാം തീയതി 9-ാം തീയതി ഇവിടെ കൃത്യമായി തന്നെ അമേരിക്ക പറയുന്നത്, അതിലേക്ക് നമുക്ക് ഇതുവരെ നമ്മുടെ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. പക്ഷേ 8-ാം തീയതിയും 9-ാം തീയതിയും രാത്രി പാകിസ്ഥാൻ ഇങ്ങോട്ട് ഡ്രോണുകൾ അയച്ചപ്പോൾ 9-ാം തീയതി രാത്രി വൈകിയും അതുപോലെ തന്നെ 10-ാം തീയതി പുലർച്ചെയും പാകിസ്ഥാന് സങ്കല്പിക്കാൻ പോലും പറ്റാത്തത്ര നാശം ഇന്ത്യ ഉണ്ടാക്കി കൊടുത്തു. വ്യോമത്താവളങ്ങളും സൈനിക താവളങ്ങളുമായിട്ട് ഏതാണ്ട് 8 തന്ത്രപ്രധാന കേന്ദ്രങ്ങളാണ് അവിടെ തകർന്നത്. അവിടെ റൺവേയിൽ ആഴത്തിലുള്ള കുഴികൾ രൂപപ്പെട്ട ദൃശ്യങ്ങൾ പോലും പുറത്തു വന്നു. ഇതെല്ലാം കൃത്യമായി സാറ്റലൈറ്റ് ഇമേജിലൂടെയും മറ്റു ഫോട്ടോകളിലൂടെയും കൃത്യമായിട്ട് ഇന്ത്യൻ സൈന്യം അതിൻ്റെ 3 സൈനിക വക്താക്കളും കൃത്യമായിട്ട് വന്ന് 2 ദിവസം കൃത്യമായിട്ട് ഓരോ ചിത്രങ്ങളും വെച്ച് ബ്രീഫ് ചെയ്തതാണ്. എന്നിട്ടും കോൺഗ്രസിന് അത് ബോധ്യമായിട്ടില്ല എന്നാണോ? അങ്ങനെ ശക്തമായ ഒരു സൈനിക തിരിച്ചടി കിട്ടിയതോടുകൂടി പാകിസ്ഥാൻ വഴങ്ങുകയായിരുന്നു. അത് നിങ്ങൾ ട്രംപിനെ എന്തിനാണ് വലിച്ചിഴക്കുന്നത്? ഇന്ന് കൃത്യമായിട്ട് വിദേശകാര്യ മന്ത്രാലയ വക്താവിനോട് മാധ്യമങ്ങൾ ചോദിച്ചതും ട്രംപ് ഇടപെട്ടിട്ടുണ്ടോ എന്ന കാര്യമാണ്. ഏതെങ്കിലും ഒരു 3-ാം ലോക രാജ്യം ഇടപെട്ടിട്ടുണ്ടോ എന്ന കാര്യമാണ്. അതിനാണ് കൃത്യമായിട്ട് മറുപടി നൽകിയത്. DGMOമാർ തമ്മിൽ ചർച്ച ചെയ്താണ് ഈ പ്രശ്നം പരിഹരിച്ചത്. അത് പാകിസ്ഥാൻ ഇന്ത്യയെ സമീപിക്കുകയായിരുന്നു എന്ന്. അതിലെന്ത് ക്ലാരിറ്റി കുറവാണുള്ളത്? ഞങ്ങളല്ലല്ലോ ട്രംപിനെ ഇതിനകത്തേക്ക് വലിച്ചിഴക്കുന്നത്. ട്രംപ് തന്നെ നടത്തുന്ന പരാമർശങ്ങൾ, അദ്ദേഹം ഇന്നലെ തന്നെ നടത്തിയ പരാമർശം എന്താ? ഞങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനെയും ഞങ്ങൾ ഭീഷണിപ്പെടുത്തി. ലോകത്ത് ആദ്യമായിട്ടാണ് വ്യാപാരത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട്, ട്രേഡിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു സീസ് ഫയർ, ഒരു വെടിനിർത്തലിലേക്ക് അല്ലെങ്കിൽ ഒരു യുദ്ധത്തിന്റെ അന്ത്യത്തിലേക്ക് ഉണ്ടാകുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണെന്ന് ഇന്നലെ തന്നെ ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ സംശയങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഇവിടെ ഇന്ത്യയുടെ സൈന്യം നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടങ്ങൾ, നേട്ടങ്ങൾ, ഇവിടെ ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോടൊപ്പം തന്നെ ഈ രാജ്യത്തെ 145 കോടി ജനങ്ങളും ഈ രാജ്യത്തിന്റെ സൈന്യത്തെ, അവരുടെ ശക്തിയെ, അവർ നൽകിയ പ്രഹരത്തെ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്, ഞങ്ങൾ സല്യൂട്ട് ചെയ്യുകയാണ്. വി ആർ ഓൾസോ സല്യൂട്ടിങ് അവർ ഗ്രേറ്റ് ഇന്ത്യൻ ആർമി. പക്ഷേ അവിടെ വന്നിരിക്കുന്ന ചില കല്ലുകടികൾ, കാരണം നമ്മുടെ വിദേശ നയത്തിൽ, കാരണം ഞങ്ങൾ ഇത് പറയുന്നത് എന്താണെന്നറിയോ, ഇത് ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതം ഉണ്ടാകും. കാരണം 1971 സിംല കരാറിന് ശേഷം അത് മാറി വന്ന സർക്കാരുകൾ, കോൺഗ്രസ് മാത്രമല്ല 1971 ശേഷം ഇന്ത്യ ഭരിച്ചിട്ടുള്ളത്. അവിടെ BJP ഭരിച്ചിട്ടുണ്ട്, ജനതാദൾ ഭരിച്ചിട്ടുണ്ട്, ജനതാ പാർട്ടി ഭരിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മളെടുത്ത ശക്തമായ സ്റ്റാൻഡ്, അത് 91 PV നരസിംഹറാവു ആയിക്കോട്ടെ, 99 അടൽ ബിഹാരി വാജ്പേയി ആയിക്കോട്ടെ, ഇന്ദർകുമാർ ഗുജറാൾ ആയിക്കോട്ടെ, എല്ലാവരും എടുത്ത സ്റ്റാൻഡ് പലതവണ ഈ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇതിനകത്തൊരു മധ്യസ്ഥത വഹിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഇടപെടാം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞത്, അല്ലെങ്കിൽ ഇന്ത്യയിലെ മാറി വന്ന ഭരണകൂടങ്ങൾ, ഞാൻ പറഞ്ഞില്ല കോൺഗ്രസ് മാത്രമല്ല, പ്രധാനമന്ത്രിയും പറഞ്ഞിട്ടുണ്ട് കശ്മീരിന്റെ കാര്യത്തിൽ ഒരു 3-ാം കക്ഷിയുടെ ഇടപെടലും വേണ്ട. മാത്രമല്ല കശ്മീരിനെ കുറിച്ച് ചർച്ചയേ ഇല്ല എന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. കശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. ഇനി ചർച്ച ഒറ്റ കാര്യത്തിലേ ഉള്ളൂ, POKയുടെ കാര്യത്തിൽ മാത്രം. വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് പറഞ്ഞപ്പോൾ POK, പാക് അധീന കശ്മീർ ഞങ്ങൾക്ക് വേണം എന്നുള്ള ആവശ്യം ഉച്ചത്തിൽ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. ഇതൊന്നും കോൺഗ്രസ് കേട്ടില്ല എന്ന് തോന്നുന്നു. ഇല്ല, അത് വളരെ അല്ലെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്ന വാക്കുകൾ, അദ്ദേഹം എന്തുകൊണ്ട് ട്രംപിനെ, അദ്ദേഹത്തിന്റെ വളരെ ആവേശഭരിതമായിട്ടുള്ള പ്രസംഗം, ഉജ്ജ്വലമായ പ്രസംഗം, അതൊക്കെ ഇന്നലെ നമ്മളെല്ലാവരും കേട്ടതാണ്. പക്ഷേ ആ പ്രസംഗത്തിന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് ട്രംപ് വീണ്ടും പറഞ്ഞത്. ട്രംപ് പറഞ്ഞത് എന്താ? ഞാൻ ഭീഷണി മുഴക്കി, ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും നേരെ ഭീഷണി മുഴക്കുന്നതിന്റെ ഇളമായിട്ടാണ് ഇങ്ങനെ ഒരു വെടിനിർത്തൽ ഉണ്ടായത്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ വിക്രം മിസ്രി എന്ന് പറയുന്ന ആ വളരെ മിടുക്കനായിട്ടുള്ള ആ ഉദ്യോഗസ്ഥന് നേരെ എത്രയോ വലിയ സൈബർ ആക്രമണമാണ് ഈ ഭാഗത്തുനിന്നുണ്ടായത്. ഇങ്ങനെ ഒരു സീസ് ഫയർ, വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു വെടിനിർത്തൽ വന്നു. അദ്ദേഹത്തിന്റെ ഈ പറയുന്ന അക്കൗണ്ട് തന്നെ, അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് തന്നെ പൂട്ടേണ്ടി വന്നു. എന്നിട്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, അതായത് കേന്ദ്ര സർക്കാരിന് വേണ്ടി ബലിയാടാകുകയാണ് ചെയ്തത്. ഇന്ത്യയിലെ IAS IPS അസോസിയേഷനുകൾ ഏകകണ്ഠമായിട്ടാണ്, സംയുക്തമായിട്ടാണ് വിക്രം മിസ്രിയെ സംരക്ഷിച്ചുകൊണ്ട്. പക്ഷേ എന്നിട്ട് പോലും അവിടെ കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല.
കാരണം അദ്ദേഹം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങളുടെ ഒരു വലിയ വികാരമാണ്. ഞാനതിനെ അദ്ദേഹത്തിനെതിരെ നടന്ന സൈബർ ആക്രമണത്തെയോ അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾക്കെതിരെയോ നടന്ന ആക്രമണത്തെ ന്യായീകരിച്ചുകൊണ്ടല്ല. പക്ഷെ ഇന്ത്യയിൽ നിൽക്കുന്ന ഒരു വലിയ വികാരമുണ്ട്. എന്തിനാണ് ഇത്ര പെട്ടെന്ന്? പക്ഷെ അവിടെ ഇപ്പോൾ അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായി അല്ലെ എന്ന് പറയുമ്പോൾ നമ്മൾ വിദേശ നയത്തിൽ നിന്നും വലിയൊരു മാറ്റമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ശരി ശരി ശ്രീ റോണിക്ക്, പക്ഷേ പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകി പാകിസ്ഥാനെ നട്ടം തിരിയിച്ച ശേഷമാണ്, പാകിസ്ഥാൻ യാചിച്ചപ്പോഴാണ് ഇന്ത്യ ഒരു സീസ് ഫയറിന് സമ്മതിച്ചത്. പാകിസ്ഥാൻ ഇനിയും അടിച്ചാൽ തിരിച്ചടിക്കുമെന്നുള്ള വ്യക്തമായ സന്ദേശം കൊടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ പാകിസ്ഥാനിൽ എത്രമാത്രം നാശം ഉണ്ടായിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് ചിത്രങ്ങൾ സഹിതം വീഡിയോ ദൃശ്യങ്ങൾ സഹിതം തെളിവും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഉയർത്തിക്കാട്ടിയിട്ടുമുണ്ട്. പാകിസ്ഥാനിൽ നിന്നൊന്നും വന്നിട്ടുമില്ല. എന്നിട്ടും നിങ്ങൾ പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കാത്ത കാര്യമാണ് ഈ സീസ് ഫയർ എന്ന രീതിയിലാണ് ശ്രീ യുവരാജ് മറുപടി. ട്രംപിന്റെ